ഹായ്, എന്നാണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്ന് വന്നത് വേറെ ഒന്നുമല്ലോ, വേറെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴേ ഞാൻ ഓരോ കാര്യം പറയാനല്ലേ വരാറ്, അതുപോലെ തന്നെ വേറെ ഒന്നുമല്ല. എന്നോട് ഇപ്പോൾ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, ഷെഫേ ഞാൻ ഏത് കോഴ്സ് പഠിക്കണം, ഡിപ്ലോമ വേണോ അഥവാ ഹോട്ടൽ മാനേജ്മെൻറ്റ് 4 ഇയർ 3 ഇയർ വേണം? എപ്പോഴും എന്നോട് എല്ലാവരും ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് ആർക്കും അങ്ങനെ ഒത്തിരി അറിയത്തില്ലെന്ന് തോന്നുന്നു, എന്താണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് 4 ഇയർ കോഴ്സും ഡിപ്ലോമയെന്ന്. അപ്പോൾ ഞാൻ നിങ്ങളോട് ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിരിക്കും, എന്നിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് വേണമെന്ന്. കാരണം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ല ഏത്, അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഡിപ്ലോമ എന്താണെന്ന്. ഡിപ്ലോമ എന്താണെന്ന് വെച്ചാൽ ഒരു 1 ഇയർ കോഴ്സാണ്. അതിപ്പോൾ നിങ്ങൾ ഏതാണോ സ്പെഷ്യലൈസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ബേക്കറി ആണോ പേസ്ട്രി ആണോ, അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ ഒരു കൊല്ലം മാത്രമേ പഠിക്കുള്ളൂ. ആ ഒരു കൊല്ലത്തിൻ്റെ അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് തിയറി ഉണ്ടാവും, പ്രാക്ടിക്കൽ ഉണ്ടാവും, വൈവ ഉണ്ടാവും, പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ക്ലാസ്സും ഉണ്ടാവും. ആ ഒരു 1 ഇയർ കോഴ്സാണ്. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യാറ് വേറെ ഒന്നുമല്ല, ഞാൻ 3 ഇയർ അല്ലെങ്കിൽ ഒരു 4 ഇയർ കോഴ്സ് എടുക്കാൻ പറയാറുള്ളത്. വേറെ ഒന്നുകൊണ്ടല്ല, ആ ഒരു കോഴ്സിൽ നമുക്കൊരു 4 ഡിപ്പാർട്ട്മെൻറ്റ് ഹോട്ടൽ ഏതാണോ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറയുന്നുണ്ടാവും. ഇപ്പോൾ ഫ്രണ്ട് ഓഫീസ്, ഹൗസ് കീപ്പിംഗ്, F&B, പിന്നെ ഫുഡ് പ്രൊഡക്ഷൻ. അതല്ലാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു 5-8ഓളം വേറെ സബ്ജക്റ്റ് വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 1 ഇയറിൽ നമുക്കൊരു 12 സബ്ജക്റ്റ് വരും ഈ 4 ഇയർ 3 ഇയർ കോഴ്സിൻ്റെ അത്. അതിനകത്ത് അഡീഷണൽ വരുന്നത് അക്കൗണ്ടൻസി ഉണ്ടാവും, IT ഉണ്ടാവും, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഉണ്ടാവും, അങ്ങനെ HR ഉണ്ടാവും, അങ്ങനെ ഒത്തിരി വേറെ സബ്ജക്റ്റും അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് എല്ലാവരോടും 3 ഇയർ കോഴ്സ് എടുക്കാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, കാരണം നമുക്ക് അറിയത്തില്ലല്ലോ അവസാനം നമ്മൾ പഠിത്തം കഴിഞ്ഞിട്ട് ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഹോട്ടൽ ഫീൽഡിൽ നമുക്ക് പറ്റില്ലെങ്കിൽ നമുക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിൽ പോകാൻ പറ്റും, HR പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതുമല്ല, നമ്മളിപ്പോൾ ഒരു GCC കൺട്രിയിലൊക്കെ വരുവാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഫ്യൂച്ചർ എങ്ങനെ വരും. അപ്പോൾ നമ്മളെപ്പോഴും ഫ്യൂച്ചറെ കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്കൊരു GCC വിട്ടിട്ട് ഔട്ട്സൈഡ് യൂറോപ്പിൽ കൺട്രിയിലേക്ക് പോകണം, ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഇതൊരു 3 ഇയർ കോഴ്സ് 4 ഇയർ കോഴ്സ് പഠിക്കുന്നവരായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഹയർ സ്റ്റഡിക്ക് പോകാൻ വേണ്ടിയിട്ടും ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം നിങ്ങൾ പറയാൻ വേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുമ്പോൾ നന്നായിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച്. പക്ഷേ ഞാൻ 1 ഇയർ കോഴ്സ് എടുക്കുന്നത് തെറ്റാന്നല്ല പറയുന്നത്. ഇപ്പോൾ 1 ഇയർ കോഴ്സ് എടുത്തതും 3 ഇയർ കോഴ്സ് 4 ഒക്കെ എടുത്ത് വന്നവർ ഇവിടെ വർക്ക് ചെയ്യുന്നതെല്ലാം ഒരേ ലെവലിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ വരുന്നത് വെച്ചാൽ നമ്മുടെ സ്കില്ല്, നമ്മുടെ മാനേജ്മെൻറ്റ് സ്കില്ല്, നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ പെർഫോമൻസ്, സ്മാർട്ട്നെസ്, ഇതെല്ലാം കണ്ടിട്ടാണ് ഇവിടെ നമുക്ക് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നേരത്തെ ഒരു കൊല്ലത്തെ കോഴ്സ് എടുത്തവർ അത്ര മോശക്കാരെന്നല്ല പറയണത്, എല്ലാം ഓക്കെയാണ് ഇവിടുത്തെ രീതിയിൽ. അല്ലാണ്ട് സ്പെഷ്യലായിട്ട് സെപ്പറേറ്റ് വരും ചെയ്യുന്നില്ല, എല്ലാം ഓക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ചില പ്രോപ്പർട്ടിയിൽ ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് വേരിയേഷൻ വരുമ്പോൾ ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് 1 ഇയർ കോഴ്സ് എടുത്തവർ ഡിഗ്രിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് എടുക്കുന്നത്. കാരണം പ്രൊമോഷൻ ചില പ്രോപ്പർട്ടി അവർ ചോദിക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതൽ ഞാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ, കാണാം, പാക്കണം അടുത്ത വീഡിയോ ആയിട്ട്. ഓക്കെ, ബൈ.